CBC ഇക്കഴിഞ്ഞ 2026 ക്ലാസ് 10 ബോർഡ് എക്സാമിന് 5 മാർക്കിന് ചോദിച്ച ഒരു ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വെങ്കട്ട് ക്യാൻ റോ എ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ അറ്റ് ദി സ്പീഡ് ഓഫ് 12 km/h. He ferries tourists 15 km upstream and 18 km downstream in 3 hours. Find the speed of the stream. അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. ഇതെന്ന് പറയുന്നത് ക്ലാസ് 10ലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പക്ഷേ ഇത് ചെയ്യണമെന്നെങ്കിൽ ഇതിൻ്റെ കോൺസെപ്റ്റ് അറിയണം. ഇതെന്ന് പറയുന്ന ബോട്ട് ആൻഡ് സ്ട്രീം എന്ന് പറയുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അറിയേണ്ടത്, ഇതിനകത്ത് തന്നിട്ടുണ്ട് അപ്സ്ട്രീം എന്നും ഡൗൺ സ്ട്രീം എന്നും തന്നിട്ടുണ്ട്. അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒഴുക്കിന് വിപരീതം. അപ്പോൾ നമ്മൾ ഒഴുക്കിന് വിപരീതമായിട്ട് നീന്തുന്നതിനാണ് അപ്സ്ട്രീം എന്ന് പറയുന്നത്, ഒഴുക്കിനനുസരിച്ച് നീന്തുന്നതിന് ഡൗൺ സ്ട്രീം എന്ന് പറയും. അപ്പോൾ അപ്സ്ട്രീമിൽ എപ്പോഴും എന്തായിരിക്കും? ബോട്ടിന് സ്പീഡ് കുറവായിരിക്കും. നമ്മൾ നീന്തുന്ന പോലെ തന്നെയാണ്, ബോട്ടിൻ്റെ കേസ് എടുത്താൽ മതി. ഡൗൺ സ്ട്രീമിൽ എപ്പോഴും എന്തായിരിക്കും? ബോട്ടിൻ്റെ സ്പീഡ് കൂടുതലായിരിക്കും. സ്റ്റിൽ വാട്ടറിലെ സ്പീഡ് തന്നിട്ടുണ്ട്. സ്റ്റിൽ വാട്ടറിന് കെട്ടിക്കിടക്കുന്ന വെള്ളം, അവിടുത്തെ സ്പീഡ് എത്രയും തന്നിട്ടുണ്ട്? 12 km/h എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടോട്ടൽ ടൈമാണ് തന്നിരിക്കുന്നത്. ആദ്യം അപ്സ്ട്രീം ട്രാവൽ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ടൈം എങ്ങനെ എടുക്കാം? ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പോൾ ഡിസ്റ്റൻസ് 15 ആണ്, ഡിവൈഡഡ് ബൈ, നമുക്കറിയാം അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ സ്പീഡ് കുറവാണ്. അപ്പോൾ സ്റ്റിൽ വാട്ടറിലെ സ്പീഡും സ്ട്രീമിൻ്റെ സ്പീഡും കൂടെ മൈനസ് ചെയ്യാം. സ്ട്രീമിൻ്റെ സ്പീഡ് നമുക്കറിയത്തില്ല, അത് എക്സാക്ട് എടുത്തു. ഇനി 18 km അപ്സ്ട്രീം പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ടൈം എന്ന് പറയുന്നത് 18 ഡിവൈഡഡ് ബൈ 12 + 6, 3 hours ആയിരിക്കും. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരണം? 3 hours വരണം. അപ്പോൾ നമുക്ക് 3 കോമൺ ആണ്, ന്യൂമറേറ്റർ കട്ട് ചെയ്യാം. അപ്പോൾ എന്തായി? 5/12 - x + 6/12 + x = 1. ഇനി നമുക്കറിയാം എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? അപ്പോൾ എത്ര? 60 + 5x + 72 - 5x. അപ്പോൾ ന്യൂമറേറ്റർ കഴിഞ്ഞു. ഡിനോമിനേറ്റർ നമുക്കറിയാം എന്താണ്? ഈ പറയുന്നത് പോലെ ഈ പറയുന്ന a+b × a-b ഫോർമാറ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഈ പറയുന്ന പോലെ a² - b² ആണ്, അത് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പോൾ 144 - x². അപ്പോൾ ഇതിനെല്ലാം അറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരും? x² - x - 12 = 0. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് എന്തായി? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോർമാറ്റിലായി. ഓക്കെ, അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യാൻ അറിയാം. ഇത് ax² + bx + c = 0 എന്ന് പറഞ്ഞ ഫോർമാറ്റാണ്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് രണ്ട് നമ്പർ കണ്ടുപിടിക്കണം. ആ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ -12ഉം ആഡ് ചെയ്യുമ്പോൾ -1ഉം കിട്ടണം. അപ്പോൾ ആ രണ്ട് നമ്പർ നമുക്കറിയാം, അത് ഏതൊക്കെയാണ്? അത് -4ഉം + 3ഉം ആണ്. അപ്പോൾ നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് കിട്ടും. ഒന്ന് x - 4 എന്ന് പറഞ്ഞ ഫാക്ടർ, അടുത്തത് x + 3. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്ന് 0 ആയിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സിൻ്റെ വാല്യൂ 4 എന്നും കിട്ടും, അതുപോലെ എക്സിൻ്റെ വാല്യൂ -3 എന്നും കിട്ടും. അപ്പോൾ നമുക്കറിയാം സ്ട്രീമിൻ്റെ സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും മൈനസ് വാല്യൂ വരത്തില്ല. അപ്പോൾ സ്പീഡ് ഓഫ് ദി സ്ട്രീം നമുക്ക് കിട്ടും. എത്രയെന്ന് കിട്ടും? 4 km/h എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.